ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് അപ്വർക്ക് എന്നുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, അപ്വർക്ക് എന്നുള്ളത് ഒരു ഫ്രീലാൻസ് വർക്കൊക്കെ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിൽ ഒരുവിധം എല്ലാവരും അപ്ലൈ ചെയ്ത് നോക്കിയിട്ടൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ ഇന്ന് ജോബിലോട്ടൊന്നും ലാൻഡ് ചെയ്യാൻ ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല. ഞാനും അങ്ങനെ കുറേ ജോബിലോട്ടൊക്കെ അപ്ലൈ ചെയ്തിരുന്നു, പക്ഷേ എനിക്ക് അന്നിലും അങ്ങനെ ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്ക് ഈ കോഡിംഗ് ഒക്കെ പഠിച്ചതിന് ശേഷം എനിക്ക് കോഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള 2 ജോബ് എനിക്ക് കിട്ടുന്നു അപ്വർക്കിൽ നിന്ന്. സത്യം പറഞ്ഞാൽ അപ്വർക്കിൽ ഏറ്റവും പ്രയാസം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ജോബിൽ ലാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് ജോബ് ലാൻഡ് ചെയ്തിട്ട് അതിന്റെ റേറ്റിംഗ് നമ്മുടെ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജോബ് കിട്ടാൻ എളുപ്പം എന്നാണ് എല്ലാവരും പറയുന്നത്. അതുപോലെ തന്നെയാണ് എനിക്കും ഉണ്ടായത്. ഫസ്റ്റ് ജോബ് കിട്ടിയതിന് തൊട്ടപ്പുറം തന്നെ എനിക്ക് അടുത്ത അപ്ലൈ ചെയ്ത ജോബും കിട്ടുകയുണ്ടായി. അതും കോഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കായിരുന്നു. സോ അതിന് എന്തൊക്കെ ശ്രദ്ധിച്ചത്, ഞാൻ എങ്ങനെയാണ് അതിനെ അപ്ലൈ ചെയ്തത്, അതിന്റെ പ്രൊസീജിയർ എന്താണ്, ഇതുവരെ ജോബ് നോക്കുന്നവർക്കാണെങ്കിൽ എനിക്ക് തരാൻ പറ്റുന്ന ടിപ്സ്, അതുപോലെ ഈ അപ്വർക്ക് പ്ലാറ്റ്ഫോമൊക്കെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതിനെ പറ്റിയിട്ടൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത്. സോ അങ്ങനെ ഫ്രീലാൻസ് ജോബ് നോക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. എനിക്ക് കിട്ടിയ ജോബ് എന്ന് പറയുന്നത് കോഡിംഗ് റിലേറ്റഡ് ആയിരുന്നു. 2 വർക്കും കോഡിംഗ് ആയിട്ട് റിലേറ്റഡ് ആയിരുന്നു. ഞാൻ ആ രീതിയിലാണ് ജോബൊക്കെ സെർച്ച് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ പഠിച്ച ജാവാ സ്ക്രിപ്റ്റ് എന്നുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ടാണ് എനിക്ക് ആ വർക്ക് ചെയ്യാൻ പറ്റിയത്. സോ അതിന് ഏകദേശം $200 അടുത്ത് വരെ എനിക്ക് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ അതിലോട്ട് എങ്ങനെ എത്തിയെന്ന് പറയുകയാണെങ്കിൽ, ഞാനിങ്ങനെ കുറേ ജോബ് നോക്കുന്ന സമയത്ത് ഒരു ജോബ് കണ്ടു. ഒരു ഏകദേശം കണ്ടപ്പോൾ എനിക്കത് ഇത് ചെയ്ത് നോക്കാമല്ലോ, ഞാനിങ്ങനെ കോഡിങ്ങിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് നോക്കുന്നതുകൊണ്ട് ഇത് എനിക്ക് പരിചയമുണ്ടല്ലോ, ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ കിട്ടുമല്ലോ എന്നൊക്കെ ഒരു തോട്ട് വന്നു. അപ്പം അങ്ങനെ ഞാൻ അത് ആ പോസ്റ്റിംഗ് കണ്ട ഉടനെ തന്നെ നോക്കിയിട്ട് എന്നെ കൊണ്ട് പറ്റുമോ നോക്കി. അങ്ങനെ അതെനിക്ക് പറ്റും തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു പ്രപ്പോസൽ അയച്ചു. പ്രപ്പോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കവർ ലെറ്ററിൽ ഒരുപാട് വാരി വലിച്ച് എഴുതിയിട്ടൊക്കെയാണ് അയക്കാറ്. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും വാരി വലിച്ച് എഴുതിയിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞു എനിക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ള ലെവലിൽ ഐ ക്യാൻ ഡു ദിസ് ജോബ്, ഐ നോ ഐ ഹാവ് പ്രീവിയസ് എക്സ്പീരിയൻസ്, അങ്ങനെ ഒരു ജസ്റ്റ് 1-2 ലൈനിൽ ഇങ്ങനെ എഴുതി. അങ്ങനെ ഇയാൾ നമുക്ക് ആ പ്രപ്പോസൽ തന്നു, അതായത് ആ ജോബ് ഓഫർ തന്നു. നമുക്ക് ആ കോൺട്രാക്ട് അതിൽ നമുക്ക് തരും. അപ്പുറത്തിൽ അങ്ങനെ ഒരു ഓപ്ഷനാണ്. അതായത് ആദ്യം നമുക്ക് നമ്മളോട് ഇന്റർവ്യൂ നടത്തി, മെസ്സേജ് അയക്കുന്നത് ഇന്റർവ്യൂ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിൽ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഓഫർ തരാൻ പറ്റും. ഈ ഓഫർ തരുമ്പോൾ അയാൾ അതായത് ജോബ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് പെർ പ്രൊജക്ട് എന്നുള്ള രീതിയിൽ, അതായത് അയാൾക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് പേയ്മെന്റ് തരും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും അവിടെ നെഗോഷിയേറ്റ് ചെയ്യണം എത്ര എമൗണ്ട് വേണമെന്ന്. അവർ പറഞ്ഞ എമൗണ്ട് ചിലപ്പോൾ തരുന്നില്ല. ഒരു പോസ്റ്റിൽ ചിലപ്പോൾ വലിയ എമൗണ്ട് ഇട്ട് നമുക്ക് പിന്നെ നമ്മളോട് ചെറിയ എമൗണ്ട് ആവും പറയാം. അപ്പോൾ നമ്മൾ ചോദിക്കണം എത്രയാണോ, ഇതിന് എത്ര എണ്ണം വേണം, ഇപ്പോൾ ഇത്ര ഡാറ്റ അല്ലെങ്കിൽ ഇത്ര വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ക്യാഷ് തരും, അങ്ങനെയുള്ള രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ സംസാരിക്കേണ്ട അവരോട്, എത്ര പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ പറഞ്ഞു എനിക്ക് ഇത്ര ചെയ്തു തരാൻ പറ്റും, അപ്പോൾ ഇതിന് ഇത്ര റേറ്റ് വരും എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. ഓക്കെ, എന്നിട്ട് അവരൊരു മൈൽ സ്റ്റോൺ സെറ്റ് ചെയ്തു. മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ആ പ്രൊജക്റ്റിൻ്റെ ആ ഒരു നെയിമോ മൈൽ സ്റ്റോണിൻ്റെ നെയിം ഇട്ടിട്ട് അതിനൊരു എമൗണ്ട് ഇടും. അങ്ങനെയാണ് നമ്മൾ ഈ പ്രപ്പോസലും ഓഫറിൻ്റെയും കാര്യങ്ങൾ നടക്കുക. അങ്ങനെ ഞാൻ വർക്ക് സബ്മിറ്റ് ചെയ്ത സമയത്ത് നമുക്ക് എന്തെങ്കിലും അയാൾ ഓക്കെ ആണെന്ന് പറയുകയാണെങ്കിൽ ആ പേയ്മെന്റ് നമ്മൾ കിട്ടും. അപ്പോൾ ഈ പേയ്മെന്റ് കിട്ടുന്നതിൻ്റെ ഇടയിൽ നടക്കുന്നത് വെച്ചാൽ, നമ്മൾ എപ്പോഴും വർക്ക് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ അപ്വർക്കിൻ്റെ അക്കൗണ്ടിനകത്ത് നമുക്ക് അവരുടെ പേയ്മെന്റ് ചെയ്ത പേയ്മെന്റ് അവർ ആഡ് ചെയ്ത ഇത് കിട്ടണം, കൺഫർമേഷൻ കിട്ടണം. അതായത് അപ്വർക്കിൽ അവർ നമ്മളോട് വർക്ക് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞതിന് മുന്നേ പേയ്മെന്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാണ്. അങ്ങനെ അവർ പേയ്മെന്റ് ആഡ് ചെയ്തു എന്ന് കണ്ടാൽ മാത്രമേ നമ്മൾ വർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടുള്ളൂ. ചിലപ്പം ഈ ക്ലയൻസ് ഒക്കെ നമുക്ക് പൈസ തരാതെ നമ്മുടെ വർക്കും എടുത്ത് അവരങ്ങോട്ട് പോകും. അപ്പോൾ എന്തെങ്കിലും നമ്മൾ വർക്ക് ചെയ്ത സാധനം അവർക്ക് കൊടുക്കുന്ന സമയത്ത് അവരതിൽ പേയ്മെന്റ് വെച്ചിട്ടുണ്ടോ നോക്കണം. ആ പേയ്മെന്റിന്റെ റൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പേയ്മെന്റ് വെച്ച് കഴിഞ്ഞാൽ ആ വർക്ക് നമ്മൾ വർക്ക് സബ്മിറ്റ് ചെയ്ത ഉടനെ അല്ലെങ്കിൽ കൺഫേം ചെയ്ത ഉടനെ നമുക്കത് റിലീസ് ചെയ്ത് തരണമെന്നാണ്. അവർ കൺഫേം ചെയ്തിട്ട് റിലീസ് ചെയ്ത് തരണം. ഇനി അതാ അവർ ചെയ്തില്ലെങ്കിൽ 14 ദിവസത്തിനുള്ളിൽ അപ്വർക്ക് നമുക്ക് തന്നെ ആ പേയ്മെന്റ് തരും. ഇനി അല്ല നമ്മളെ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ വർക്ക് എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ആ ക്ലയന്റിന് നമുക്ക് അപ്വർക്ക് വഴി തന്നെ സംസാരിക്കാൻ പറ്റും. അത് സംസാരിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് റീഫണ്ട് കൊടുക്കാനും അതുപോലെ പേയ്മെന്റ് ക്യാൻസൽ ചെയ്യാനൊക്കെ ഓപ്ഷനൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും അവർ പേയ്മെന്റ് വെച്ചാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ വർക്ക് സബ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതാണ് വർക്ക് എനിക്ക് കിട്ടിയതും ആ പേയ്മെന്റിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. നമ്മൾ പിന്നെ ഒരു ജോബിലോട്ട് അപ്ലൈ ചെയ്യുന്നതിന്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ, നമ്മൾക്ക് ഒരു ജോബ് നിങ്ങൾക്ക് അറിയുന്ന ഒരു ജോബാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ജോബിൽ അത് ഒരുപാട് ഫിൽറ്റേഴ്സ് ഉണ്ടാകും. അപ്പുറത്തിൽ നിങ്ങൾക്ക് അപ്പുറത്തിൽ നോക്കി കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോമിൽ നോക്കി ഒരുപാട് ഫിൽറ്റേഴ്സ് ഉണ്ടാവും. ആ ഫിൽറ്റേഴ്സിൽ നിങ്ങൾക്ക് പ്രപ്പോസൽ <5, <10 എന്നൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഈ 50, 60, 100 പ്രപ്പോസലുള്ള 50+ ഉള്ള പ്രപ്പോസലുള്ള ജോബ് ലിസ്റ്റിങ്ങിലോട്ടൊന്നും അപ്ലൈ ചെയ്യാതിരിക്കുക. കാരണം അത് ഓൾറെഡി കോമ്പറ്റീഷൻ ആയി. പിന്നെ നിങ്ങളുടെ ആ ക്രെഡിറ്റ് വെറുതെ വേസ്റ്റ് ആവും. കാരണം ഈ അപ്വർക്കിലുള്ള ക്രെഡിറ്റിന് നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യേണ്ടി വരും. നമുക്ക് മന്ത്ലി ഫ്രീ ആയിട്ട് 10-15 ക്രെഡിറ്റ് എടുത്ത് തരുന്നുണ്ട്. 10 തോന്നുന്നു, ഞാൻ അധികം ആക്റ്റീവ് അല്ല അതിൽ. അപ്പം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോബ്, അതുപോലെ കോമ്പറ്റീഷൻ കുറവുള്ള ജോബിന് മാത്രം അപ്ലൈ ചെയ്യുക. അത് ഏർലി അപ്ലിക്കൻ്റ് ആവുക, അതെന്നാലേ നമുക്ക് മെസ്സേജ് കിട്ടാനുള്ള ചാൻസ് കൂടുതലുള്ളൂ. അതുപോലെ തന്നെ അവരിടുന്ന ജോബ് ലിസ്റ്റിംഗ് മൊത്തമായിട്ട് വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുമ്പോൾ, കാരണം ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ കണക്റ്റും പോയി, നമ്മളവർ ഇതും ചെയ്ത് റിജക്റ്റും ചെയ്തു, നമുക്ക് കിട്ടുകയും ചെയ്തില്ല. അപ്പം നമ്മുടെ സമയം വേസ്റ്റ്, എല്ലാം വേസ്റ്റ്.
അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക, ആദ്യം വായിച്ചു നോക്കുക. ചില ആളുകൾ വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഓരോ ഹിന്റ് കൊടുക്കുക, അങ്ങനെ ഒരു ഹിന്റ് കൊടുക്കുക. അതായത് നിങ്ങളിത് വായിച്ചത് കൺഫേം ചെയ്യാൻ വേണ്ടി, അതായത് ജോബ് പോസ്റ്റിംഗ് മൊത്തം വായിച്ചിട്ട് ആണ് അപ്ലൈ ചെയ്യുന്നത്, ചിലത് ചറപറ അപ്ലൈ ചെയ്യില്ല എന്നറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട് ആളുകൾ അതിനകത്ത് ഐ ഹാവ് റെഡ് അല്ലെങ്കിൽ എന്തെങ്കിലും കീവേഡ്സ് കൊടുക്കും. ഇത് നിങ്ങളെ കവർ ലെറ്ററിൽ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുക. അപ്പോൾ നിങ്ങളെ കവർ ലെറ്റർ എഴുതുന്ന സമയത്ത് അതും നോക്കണം. ഇപ്പോൾ അതുപോലെ തന്നെ കവർ ലെറ്ററിൽ ഇങ്ങനെ വാരി വലിച്ച് എഴുതണമെന്നൊന്നും ഇല്ല. കാരണം എനിക്ക് കിട്ടിയ വർക്കുകൾ കണ്ടും ഞാൻ ചുമ്മാ ഒരു 1 ലൈൻ 2 ലൈനിൽ എഴുതിയ വർക്കാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ വാരി വലിച്ച് എഴുതണമെന്നില്ല. അതിലെന്താണ് പറയുന്നത്, ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറ്റും, ഇതിൻ്റെ കാര്യങ്ങൾ എനിക്കറിയാം, അതുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഒരു ചെറിയ കവർ ലെറ്റർ കൊടുത്താൽ മതി. പിന്നെ എക്സ്ട്രാ ഇവർ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ചില സമയത്ത് ഇവർ സാമ്പിളായിട്ടൊരു വർക്ക് കാണിച്ചു കൊടുക്കുമെന്നൊക്കെ പറയും. അപ്പോൾ അത് കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടം കൊടുക്കണം എന്നുള്ളത് അങ്ങനെ കൊടുക്കാം. അപ്പോൾ എന്തായാലും എങ്ങനെ ചെയ്ത സമയത്ത് എനിക്ക് ഇതിലോട്ട് ലാൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരാൾ ഇന്ത്യക്കാരനാണ് എനിക്ക് കിട്ടിയ വർക്ക്, ഒരാൾ വേറെ കൺട്രിയിലുള്ള ആളാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഇവർ വർക്ക് തരുന്ന സമയത്ത് തന്നെ ഇപ്പോൾ ഇന്ത്യൻസ് ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ഇന്ത്യൻസിനോട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ അവർ പേയ്മെൻറ്റ് ഡയറക്റ്റ് ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ സമയത്ത് നിങ്ങൾ അതിനോട്ട് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പേയ്മെൻറ്റ് ഡയറക്റ്റ് തരട്ടെ എന്ന് ചോദിക്കുന്നത് കാരണം ഇവർക്ക് ഇതിലോട്ട് നമ്മൾ പറഞ്ഞ പൈസ വരുമ്പോൾ അതിന് എക്സ്ട്രാ അപ്പുറക്കിൻ്റെ ഒരു ടാക്സും അതുപോലെ ഫീയും ഒക്കെ കൂടെ ആഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക ഇതിൽ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ നടക്കുക. അപ്പോൾ ആ സമയത്ത് അതും കൂടെ ശ്രദ്ധിക്കണം. നിങ്ങൾ പേയ്മെൻറ്റ് ഡയറക്റ്റ് വേണ്ട, അപ്പുറക്ക് വഴി തന്നെ വേണമെന്ന് പറയാം. കാരണം നിങ്ങൾ വർക്ക് വാങ്ങിച്ചിട്ട് അവർ പേയ്മെൻറ്റ് തരാത്തൊരു സിറ്റുവേഷനും ചിലപ്പോൾ വരാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഈ ട്രാൻസാക്ഷൻ നടത്തുന്നത് ഏതൊരു ആളുകളായിട്ടാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ അവരുമായിട്ടൊരു ഡയറക്റ്റ് കണക്ഷൻ ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അപ്പുറക്ക് വഴി തന്നെ ആയിരിക്കും ഡയറക്റ്റ് കണക്ഷൻ. അതുപോലെ തന്നെ അപ്പുറക്കിൻ്റെ പോളിസിക്ക് എതിരാണ് ഡയറക്റ്റ് പേയ്മെൻറ്റ് വാങ്ങിക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ. അപ്പോൾ അതിൽ നമ്മൾ ചാറ്റിനകത്ത് ഡയറക്റ്റ് പേയ്മെൻറ്റ് എന്നുള്ള കീവേഡൊക്കെ യൂസ് ചെയ്ത് അപ്പുറക്ക് ഓൾറെഡി അത് ഫ്ലാഗ് ചെയ്തിട്ട് നമുക്ക് ബാനും സസ്പെൻഷനൊക്കെ തരാറുണ്ട്. അങ്ങനത്തെ ഒരു പ്രശ്നം ഇതിനകത്ത് വരുന്നുണ്ട്. സോ അതും ശ്രദ്ധിക്കണം. അതാണ് പിന്നെ മറ്റൊരു കാര്യം പറയാം. ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ടൊക്കെ ലോഗിൻ ചെയ്യാം. ഗൂഗിൾ അക്കൗണ്ട് വെച്ച് സൈനപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിഫറൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ, അതുപോലെ നിങ്ങൾ ഹവോലി റേറ്റ് ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലാറ്റ്ഫോമിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം എല്ലാം മനസ്സിലാവും. സെറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലോട്ട് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് കിട്ടും. അതുപോലെ പ്രൊഫൈലൊക്കെ നല്ല നീറ്റാക്കി വെക്കുക. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആഡ് ചെയ്യാനുള്ള ഒരു പാർട്ടൊക്കെ ഉണ്ട് നിങ്ങളുടെ പ്രൊഫൈലിനകത്ത്. അപ്പോൾ നിങ്ങളുടെ ഈ ക്ലയൻറ്റ് നിങ്ങളെ പ്രൊഫൈൽ എടുത്ത് നോക്കുന്ന സമയത്ത് അവിടെ ഒരു ഇൻട്രൊഡക്ഷൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ അവർ കുറച്ചുകൂടെ ആ ഒരു ആളെ കുറച്ചുകൂടെ നമുക്ക് ജോബ് തരാനുള്ള ഇത് കൂടും. ഞാനങ്ങനെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ നോക്കാം. എനിക്ക് അങ്ങനെ വലിയൊരു എക്സ്പീരിയൻസിനകത്തില്ല, പക്ഷേ ഞാൻ നോട്ടീസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളതെന്ന് പറയുന്നത്, നമുക്ക് തരുന്ന വർക്ക് ഇവർ പല വർക്കും തരും. അപ്പോൾ ഈ അപ്പുറക്കിനകത്ത് ചേരുന്ന എല്ലാ വർക്കും ജെന്യൂൻ വർക്കാവില്ല. ചിലതും പല എന്താ പറയുക നല്ല ഇൻവെസ്റ്റോട് കൂടുതൽ ഇല്ലാത്ത കുറേ വർക്കുകൾ കാണാം. സോ വർക്കുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കുക. കാരണം നിങ്ങൾ പല ട്രാപ്പിലും പോയി പെടാനുള്ള സാധ്യത ഉണ്ട്. കാരണം എനിക്കതിന് ഉള്ള അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ്. ചിലപ്പം ഇവർ നമ്മളെ വേറെ പല വർക്കുകൾക്കും പ്രേരിപ്പിക്കും. ചിലപ്പോൾ ഇറ്റ്സ് മേ ബി ഇല്ലീഗലായിരിക്കും. അതുകൊണ്ട് വർക്ക് തരുന്നത് അവരെന്ത് വർക്ക് തരുന്നത് എന്ന് നോക്കരുത്. നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ഇത് ചെയ്ത് കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഇതിലെ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊന്നും പേടിക്കാനില്ല. അത് ഓൾറെഡി വർക്കിൽ ഹോൾഡ് ചെയ്ത് വെക്കും. അതുകൊണ്ട് നിങ്ങളെ പൈസ എവിടെയും പോകില്ല, അത് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ കോമ്പറ്റീഷൻ കൂടുതൽ അപ്ലൈ ചെയ്തിരിക്കുക. 5 താഴേക്കുള്ള അല്ലെങ്കിൽ 10 താഴേക്കുള്ള ഇതിലോട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ വർക്കിൻ്റെ ജോബ് ലിസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് കാണാം ഇത് ഈ ക്ലയൻറ്റ് എപ്പോഴാണ് വിസിറ്റ് ചെയ്തതെന്ന്, ഈ പേജ് എപ്പോൾ വിസിറ്റ് ചെയ്തെന്നുള്ളൊരു ഓപ്ഷൻ അവിടെ കാണിക്കും. അപ്പോൾ വിസിറ്റ് ചെയ്തത് ലേറ്റസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇപ്പോൾ അതായത് പോസ്റ്റ് ചെയ്തിട്ട് ആൾ പോയ ജോബ് ലിസ്റ്റിംഗ് ഒരുപാടുണ്ടാവും. പിന്നെ നിങ്ങളെ കണക്റ്റും പോയി ജോബും കിട്ടിയില്ല എന്നൊക്കെയുള്ള രീതിയിലാവും. അങ്ങനെയുണ്ട്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബ് കിട്ടാൻ പറ്റും, നല്ല ജോബിലോട്ട് കയറാൻ പറ്റും, ഫ്രീലാൻസ് വർക്കിലോട്ട് കയറാൻ പറ്റും. പിന്നെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെയാണ് എനിക്കതിന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റിയത്, നോട്ടീസ് ചെയ്യാൻ പറ്റിയത്. എനിക്ക് 2 വർക്ക് കിട്ടിയതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ പിന്നെ അതിന് ശേഷം അധികമൊന്നും അങ്ങനെ അപ്ലൈ ചെയ്തിട്ടില്ല. എനിക്ക് ചെയ്യാൻ പറ്റും തോന്നിയ വർക്കുകൾ കണ്ടില്ല. അപ്പോൾ ചെയ്യാൻ പറ്റും തോന്നിയ വർക്കുകൾ കാണുമ്പോൾ അപ്ലൈ ചെയ്യുക, അതാണ് നല്ലത്. അല്ലാതെ ചുമ്മാ എല്ലാത്തിനും കയറി അപ്ലൈ ചെയ്തിട്ട് കണക്റ്റും പോയി എല്ലാം പോയി പിന്നെ നമുക്കൊരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് അപ്പോൾ അത് മാക്സിമം ഫ്രീ ആയിട്ട് കിട്ടുന്ന കണക്റ്റ് യൂസ് ചെയ്യാം. പിന്നെ ഒരു വർക്ക് കിട്ടി പിന്നെ നിങ്ങൾക്ക് കണക്റ്റൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ചെയ്യാൻ പറ്റും. അപ്പോഴും കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് മാത്രം അത് ചെയ്യാം. ഇത്രയൊക്കെയാണുള്ളത് പറയാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.